ഈ ഷുഗർ പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നത്? പ്രധാനമായിട്ടും ഈ രാത്രികാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഉറക്കം വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്നുള്ളത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പം ശരിക്കും നമ്മുടെ ഈ ഷുഗർ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ നമ്മുടെ രക്തത്തിൽ വളരെയധികം കൂടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതേപോലെ ഈ ഷുഗർ നമ്മുടെ കിഡ്നിയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസേജ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ ബ്ലഡിൽ നിന്നും യൂറിനെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ധാതുക്കളെയൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ കിഡ്നി യൂറിനെ വേർതിരിച്ച് ഗ്ലൂക്കോസ് അഥവാ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലോട്ട് തന്നെ തിരിച്ച് ആഗിരണം ചെയ്യും. ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് വളരെയധികം നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൺട്രോളിലോട്ട് വരുന്നില്ല, വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ കിഡ്നി നമ്മുടെ ബ്ലഡിൽ നിന്നും യൂറിനെ വേർതിരിച്ച് ഗ്ലൂക്കോസിനെ റീഅബ്സോർപ്ഷൻ ചെയ്യാനായിട്ട് അതിന് പറ്റാതെ വരുമ്പം ഈ ഗ്ലൂക്കോസ് ഈ യൂറിനിലോട്ട് ലീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂറിനിൽ ഗ്ലൂക്കോസ് കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഗ്ലൂക്കോസ് എപ്പോഴും വാട്ടറിനെ അട്രാക്റ്റ് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് ഓസ്മോട്ടിക് ഡയൂറിസിസ്. ഇതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസേജ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അതായത് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പം ഈ നമ്മുടെ യൂറിൻ്റെ വോളിയം കൂടുകയും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരികയും ചെയ്യും. ഇതുകൊണ്ടാണ് ഈ ഷുഗർ പേഷ്യൻസിന് ഭയങ്കരമായിട്ടുള്ള ദാഹം തോന്നുന്നത്. അതായത് അവർക്ക് യൂറിൻ ഔട്ട്പുട്ട് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുതലായി നിൽക്കുന്നു എന്നുള്ളതാണ്.